പുതിയ വഴികൾ, പുതിയ ആശയങ്ങൾ. നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. സിറ്റി ന്യൂസ് വേ. ചൈതന്യ ചന്ദ്രൻ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും കാലടി ശ്രീശങ്കര സർവകലാശാല ചുവർചിത്രകലാ വിഭാഗം മേധാവി ഡോക്ടർ സാജു തുരുത്തിൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകളിലേക്ക്. പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ചൈതന്യ ചന്ദ്രൻ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും സ്കൂളിൽ തയ്യാറാക്കിയ വേദിയിൽ ആരംഭിച്ചു. 2 വയസ്സു മുതൽ ചിത്രരചനയോട് താല്പര്യം കാണിച്ചു തുടങ്ങിയ ചൈതന്യയുടെ ശ്രദ്ധേയമായ കുറെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. പറവൂർ മുനിസിപ്പാലിറ്റി വാർഡ് കൗൺസിലർ ശ്രീ E.G. ശശി അധ്യക്ഷനായ ഈ ചടങ്ങിൽ ചൈതന്യ എന്ന കുട്ടിയുടെ പേര് തന്നെ ചൈതന്യം അടങ്ങിയിരിക്കുകയാണ്. കല എന്ന് പറഞ്ഞാൽ വരയ്ക്കുന്നതൊക്കെ മനോഹരമായി വരയ്ക്കുന്നുണ്ടെങ്കിലും മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിലും അത് സമൂഹത്തിൽ മറ്റു ചുറ്റുപാടുകളെ ലോകത്തേക്ക് പലതരത്തിലുള്ള ആശയങ്ങളും അവരുടെ അനുഭവങ്ങളും അവരുടെ വികാരങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ലോകത്തെ തന്നെ പ്രചരിപ്പിക്കാനുള്ള ഒരു കലയാണ് ഈ ചിത്രരചന. സ്വാഗതം ആശംസിച്ചത് പ്രധാന അധ്യാപിക ശ്രീമതി സിനി AS അവർകളാണ്. നമ്മുടെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ കുമാരി ചൈതന്യയുടെ ചിത്രങ്ങളുടെ പ്രദർശനവും അതോടൊപ്പം തന്നെ പഠനത്തിൽ വളരെ മിടുക്കിയായ ചൈതന്യയ്ക്ക് ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചത് കാലടി ശ്രീശങ്കരാചാര്യ ചുമചിത്രകലാ വിഭാഗം മേധാവി ഡോക്ടർ സാജു തുരുത്തിൽ അവർകളാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ മോളുടെ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളത് 2 കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. ഒന്ന്, ചിത്രകാരിയെ പരിചയപ്പെടുക. 2, ചിത്രം വര ജീവിതത്തിൽ അല്ലെങ്കിൽ ചിത്രം കല മനസ്സിലുണ്ട് എന്ന് കാണിക്കുന്ന ഒരു വ്യക്തിയുടെ കുറെ പ്രകടനങ്ങളെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സ്കൂൾ അന്തരീക്ഷം അത് വളരെ വലുതാണ്. കല എന്നത് അടയാളപ്പെടുത്തിയിട്ട് കടന്നു പോകാൻ സാധിക്കുന്ന വളരെ വളരെ കുറച്ചേ ഉള്ളൂ. ജീവിച്ചിരുന്നു എന്ന് പോലും അറിയിക്കാനാകാതെ കടന്നു പോകുന്നവർ എത്ര പേരുണ്ടെന്ന് നമുക്കിടയിൽ അറിയാം. അപ്പോഴാണ് ഒരു കലാകാരൻ ജീവിച്ചിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കല തന്നെ വേണമെന്നില്ല, ചിത്രകല തന്നെ വേണമെന്നില്ല, ഏത് കലയായാലും ഞാനിവിടെ ഉണ്ടായിരുന്നു എന്ന് അറിയിച്ചിട്ട് പോകുന്ന തരത്തിലേക്ക് വളരുവാൻ സാധിക്കുന്ന വളരെ കുറച്ച് ജന്മങ്ങളേ ഉള്ളൂ. അങ്ങനെ ഒരു ജന്മത്തിലാണ് ഈ കുട്ടിയും വന്ന് പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ കുട്ടിയുടെ കയ്യിലിരിപ്പുണ്ട്. കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള നിറങ്ങളെ
തന്റെ മുന്നിലുള്ള ക്യാൻവാസിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഒരുപാട് പേര് ചുറ്റിലും അണിനിരത്തുവാൻ സാധിക്കും. ഞാൻ അങ്ങനെ പറയുന്നത്, എനിക്ക് ചിത്രകല തുടങ്ങുന്ന സാഹചര്യത്തിൽ അത്രയൊന്നും ധാരണ ഉണ്ടായിരുന്നു. മനസ്സിലുള്ള കുറെ ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് പോകാനുള്ള ഒരു ലോകമല്ലായിരുന്നു അന്ന് കേരളം. ചിത്രകല ഒരു ഉപാധി ആയിട്ട് എടുത്തുകൊണ്ട് ജീവിക്കുവാൻ ഉറപ്പിക്കുമ്പോൾ ഒന്നും തന്നെ മുന്നിലോ കയ്യിലോ ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിലുള്ളതിന് ആവശ്യക്കാരുണ്ടെന്നും ഞാൻ എത്തിപ്പെട്ടൊരു മേഖല വളരെ വിപുലമായ ഒരു മേഖലയാണെന്നും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതുപോലെ മോളുടെ കയ്യിൽ ഈ വർക്കുകളൊക്കെ കാണുമ്പോൾ എനിക്കറിയാം കയ്യിൽ സാധനമുണ്ട്, അത് ഇത്തിരി കൂടി വിപുലപ്പെടുത്തുക. ഡോക്ടർ സാജു തുരുത്തിൽ അവർകളെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ ശ്രീ NM പിയേഴ്സൺ പൊന്നാട അണിയിച്ച് ഈ ചടങ്ങിൽ ആദരിച്ചു. ഇന്നത്തെ പരിപാടിയിലെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണക്കാക്കുന്നത് ചൈതന്യ എന്ന് പറയുന്ന ചിത്രകാരിയെ നമ്മുടെ സമൂഹത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു ചിത്രകാരി. അതാണ് ഈ പരിപാടിയുടെ ഏറ്റവും മഹത്തരമായിട്ട് സാന്നിധ്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചു. പറവൂരിലെ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്ര പ്രദർശനം നടന്നു. അത് HP കോളേജിൽ അന്ന് കേസരി സദസ് എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടന പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിലാണ് നമ്മളിത് അതിമനോഹരമായിട്ടുള്ള ഒരു ബോർഡറാണ് നിർമ്മിച്ചിട്ടാണ് ആ ചിത്ര പ്രദർശനം നടത്തിയത്. സാന്നിധ്യത്തിൻ്റെ കയ്യിൽ അതുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അതിൻ്റെ ബോർഡർ എന്താണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ബോർഡറായിരുന്നു. യഥാർത്ഥത്തിൽ ചൈതന്യയുടെ ഈ ചിത്ര പ്രദർശനം അങ്ങനെയുള്ള ഒരു ബോർഡറിൻ്റെ അകമ്പടിയോടുകൂടി തന്നെ നിർവഹിക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷെ വളരെ തിരക്ക് പിടിച്ച് ഈ നമ്മുടെ വായനാ ദിന സമാപന ദിവസം തന്നെ നിർവഹിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള വലിയ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെ ഈ ചിത്ര പ്രദർശനം യഥാർത്ഥത്തിൽ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒറ്റ സന്ദേശം ഇതാണ്: ചൈതന്യയെ നമ്മൾ ഒരു ചിത്രകാരിയായി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചൈതന്യയുടെ ഒരു ഉത്തരവാദിത്വവും അതേപോലെ ഈ പരിപാടിയിൽ നിന്ന് ചൈതന്യ പ്രചോദനം കൊള്ളേണ്ടത് നാളെ വലിയ ഒരു ചിത്രകാരിയായിട്ട് താൻ മാറും എന്ന് പറയുന്ന ഒരു കാര്യം തന്നോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ നമുക്ക് ആത്മവിശ്വാസം നിർമ്മിച്ചെടുക്കാനായിട്ട് കഴിയും. നമ്മുടെ സമൂഹവും അതേപോലെ ചുറ്റുപാടും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഇന്നതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രക്രിയ. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചത് PTA വൈസ് പ്രസിഡന്റ് ശ്രീ B. അനിൽകുമാർ, ശതോത്തര സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ രമേഷ് ടി കുറുപ്പ്, SMC ചെയർപേഴ്സൺ ശ്രീ MG വിനു, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ സെക്രട്ടറി ശ്രീ ജോസ് തോമസ് എന്നിവരാണ്. സമയം കണ്ടെത്തി എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം സാറിന് ഇത്രയും വലിയൊരു മനുഷ്യനെ എനിക്ക് വേണ്ടി എടുക്കുന്നതിന് ബാക്കി സമയം കണ്ടെത്താൻ അദ്ദേഹം കാണിച്ച മനുഷ്യനെ ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു. പുതിയ വഴികൾ, പുതിയ ആശയങ്ങൾ, നമുക്കൊരുമിച്ച് സഞ്ചരിക്കാം. സിറ്റി ന്യൂസ് വേ.